പട്ടാമ്പിക്ക് പത്തരമാറ്റു സമ്മാനിച്ചുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും മാത്രമായി ജില്ലയിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഷോറൂം ഓസ്ട്ര ഗോൾഡൻ ഡയമണ്ട്സ്, പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി. ഇന്ധന പാചകവാതക വില വർധനവിൽ പ്രതിഷേധിച്ച് സിപിഐഎം പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. സിപിഐഎം പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച പോസ്റ്റ് ഓഫീസ് മാർച്ചിതായി ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. പ്രിയമുള്ളവരെ, മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് വി ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. കൂടാതെ സിപിഐഎമ്മിന്റെ സമ്മതരായ നേതാക്കൾ പങ്കെടുക്കുന്ന പ്രിയമുള്ളവരെ, പെട്രോൾ, ഡീസൽ, പാചകവാതക വില അടിക്കടി വർദ്ധിപ്പിക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ സിപിഎം പ്രതിഷേധിച്ചു. വില വർധനവ് അടിയന്തരമായി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സിപിഎം പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ മുദ്രാവാക്യങ്ങൾ മുഴക്കി ടൗൺ കേന്ദ്രീകരിച്ച് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ വി ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാക്കുന്ന വിലക്കയറ്റത്തിന് കാരണമാകുന്ന ഇന്ധനക്കൊള്ള കേന്ദ്ര സർക്കാർ അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവ് വലിയ തോതിലുള്ള വിലക്കയറ്റത്തിലേക്കും ആഗോളമായി ഇറാന് നേരെ അമേരിക്കയും ഇസ്രായേലും നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ക്ഷാമത്തിലേക്കും നമ്മുടെ നാടിനെ വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ കെടുതികൾ രാജ്യത്തെ തൊഴിലാളികളും സാധാരണക്കാരുമായ ആളുകൾ വലിയ തോതിൽ അനുഭവിക്കുകയാണ്. ഇതിന് കാരണം കേന്ദ്ര ഗവൺമെൻറ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിശ്ചയിക്കാനുള്ള അധികാരം കമ്പനികൾക്ക് വിട്ടുകൊടുത്തതാണ്. അത് അടിയന്തരമായി റദ്ദ് ചെയ്യണം. അതിനു മുമ്പ് ഇപ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയിൽ വലിയ തോതിൽ ഈടാക്കുന്നത് എക്സൈസ് ടാക്സാണ്. 57% വിലയും ആ ടാക്സാണ്. ആ ടാക്സ് വെട്ടിക്കുറയ്ക്കാൻ ഗവൺമെൻറ് തയ്യാറാവും. ഈ സംഭരണശേഷി ഉയർത്താൻ വലിയ തോതിൽ കേന്ദ്ര ഗവൺമെൻറ് സംവിധാനം ഒരുക്കണം. റഷ്യയിൽ നിന്നും വെനിസുലയിൽ നിന്നുമുള്ള എണ്ണ നമുക്ക് വാങ്ങാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അത് ഉപയോഗിക്കണം. അങ്ങനെയൊക്കെയാണ് ജനങ്ങളെ സഹായിക്കേണ്ടത്. അതിന് പകരം അമേരിക്കയുടെ തിട്ടൂരത്തിന് വഴങ്ങുന്നതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. കേരളത്തിൽ തുടർച്ചയായി UDF ഗവൺമെൻറ് പറഞ്ഞിരുന്നത് അധിക വരുമാനം വേണ്ടെന്ന് വെക്കണമെന്നാണ്. എന്നാൽ ഇപ്പോൾ അധികാരത്തിൽ വന്ന VD സതീശൻ ഗവൺമെൻറ് തങ്ങളുടെ പഴയ നിലപാട് തുടരാനല്ല, മറിച്ച് ജനങ്ങൾക്ക് ആ ആശ്വാസം നൽകുന്നത് അതിന് തയ്യാറല്ല എന്ന ജനവിരുദ്ധ സമീപനമാണ് സ്വീകരിക്കുന്നത്. ഈ രണ്ട് നിലപാടുകൾക്കെതിരെയാണ് CPIM-ന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഈ സമരം നടന്നിട്ടുള്ളത്. VP മുഹമ്മദ് ഹനീഫ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി E രാജേഷ്, പാർട്ടി നേതാക്കളായ CH ആഷിഖ്, P ഗോവിന്ദപ്രസാദ്, K ബദറുന്നീസ, നിഷി അനിൽ രാജ്, K ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു.